ഇനി തലയ്ക്ക് അടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ ജഡ്ജിമാരായിരിക്കാൻ യോഗ്യരല്ല എന്നാണ് എൻ്റെ നീതിബോധം പറയുന്നത്. കണ്ണിന് കാഴ്ചയുള്ളവർ തന്നെ ജഡ്ജിമാരായിരിക്കണം, അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകില്ല. ദൃശ്യങ്ങൾ കാണാൻ താല്പര്യം കാണിച്ചിട്ട് കണ്ടതിന് ശേഷം തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലോകത്തുള്ള സകല മനുഷ്യരും ചാനലുകളിലൂടെയും മറ്റ് ദൃശ്യങ്ങളിലൂടെയും കണ്ടിട്ടും കാണാത്ത ദൃശ്യങ്ങൾ, ഇതുവരെ കാണാത്ത ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കോടതിയിൽ എനിക്ക് അവിശ്വാസമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ നിയമവശം എന്താണെന്ന് അറിയില്ല. ഇവിടെ പ്രഥമ ദൃഷ്ട്യ കേസുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കാഴ്ചയുള്ള ഏതൊരു മനുഷ്യർക്കും മനസ്സിലാകും തലക്കടിക്കുന്നുണ്ടെന്ന്. തലക്കടി കൊണ്ടാൽ, അടി കൃത്യമായിട്ട് കൊണ്ടാൽ, സ്ഥാനം തെറ്റിക്കൊണ്ടാൽ ആള് മരിക്കുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഏകപക്ഷീയമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾ പുറത്തു വരുന്നു, അതിലൂടെ കോടതിയുടെ പോലും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഒറ്റ ചോദ്യമാണ് എനിക്കുള്ളത്. എങ്ങനെ ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നൊരു കോടതി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന പെൻഡ്രൈവും മെമ്മറി കാർഡും വരെ അതിന്റെ ഹാഷ്ടാഗ് മാറുന്ന രീതിയിൽ പുറത്തു കൊണ്ടുപോയി പരിശോധിക്കാൻ ഇട നൽകപ്പെട്ടത് ഏത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണെന്ന് കൂടി പരിശോധിക്കണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കണ്ട ദൃശ്യങ്ങളിൽ ആളുകൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെ കണ്ടു എന്നൊരു കോടതി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു നിഷ്പക്ഷത കുറവുണ്ടെന്നാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം പറയുന്നത്. ഇനി അടുത്തത്, മുൻവൈരാഗ്യമുണ്ടോ എന്ന്. കണ്ണൂര് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും ചെറുപ്പക്കാരെ തല ചെടിച്ചട്ടി കൊണ്ട്, പട്ടിക കൊണ്ടൊക്കെ, ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയും ഈ പ്രവർത്തനം തുടരണമെന്ന് പറയുന്നു. അതിന്റെ പച്ചയിലായിരിക്കും, അതിന്റെ പിന്തുണ ബലത്തിലായിരിക്കാം ഗൺമാന്മാർ ഇത് ചെയ്തത്. അപ്പോൾ മുൻവൈരാഗ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത ഘട്ടത്തിലാണ് ഇത് ദീർഘമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ഇത് പരിഗണിക്കുന്നത്? വിചാരണ കോടതിയിൽ വിചാരണ വേളയിലല്ലേ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുള്ളൂ. തലക്കടിക്കുന്ന കാര്യത്തിൽ ഏത് വകുപ്പ് ചാർത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടെ തലക്കടി നടന്നു എന്നുള്ള കാര്യം അറിയാം. തലക്കടിക്കുന്നത് അടി കൊണ്ട് മരിച്ചാൽ മാത്രമേ വധശ്രമമാകൂ എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞാൽ എനിക്ക് പുച്ഛത്തോടെ മാത്രമേ ആ കോടതിയെ കാണാൻ പറ്റുള്ളൂ. അത് എനിക്കിതിന്റെ നിയമവശം ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് കോടതി ലക്ഷ്യമാണെങ്കിൽ ക്ഷമിച്ചാൽ മാത്രം മതി, അല്ലാതെ എനിക്കൊന്നും അതിൽ പറയാനില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് അടി കൊണ്ട് മരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വധശ്രമം ചാർത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ള സംശയം ഉന്നയിക്കുന്ന ഒരു ചെറിയ സംശയം. ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ആ പരാമർശങ്ങൾ ഉണ്ടായതെങ്കിലും ഗൗരവമുള്ളതാണ്. അത് ഒരു ചൂരലും കൊണ്ടാണോ വധശ്രമത്തിന് ഇറങ്ങുന്നത്? രണ്ട്, അങ്ങനെ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? പല ലക്ഷ്യമിട്ടാണോ ഗൺമാൻമാർ മർദ്ദിച്ചത്? പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടും കോടതിക്ക് പ്രതിഷേധക്കാരുടെ തലക്കടിക്കുന്നത് വ്യക്തമാകുന്നില്ല. ഇങ്ങനെയുള്ള നിർണായകമായ ചില പരാമർശങ്ങൾ, ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഈ പരാമർശങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്.